പ്രിയരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ചിത്ര മോഹൻ. 22 വർഷമായി അധ്യാപികയാണ്. അതിനു മുമ്പ് കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെക്ഷനിലെ സയൻറ്റിസ്റ്റായിരുന്നു. MSc അപ്ലൈഡ് സൈക്കോളജി പഠിച്ചതിന് ശേഷം 15 കൊല്ലമായി കൗൺസിലിംഗ് നടത്തുന്നു. ഡിപ്ലോമ ഇൻ അക്യുപങ്ക്ചർ, ഡിപ്ലോമ ഇൻ അക്യുപ്രഷർ, ഡിഗ്രി ഇൻ അക്യുപങ്ക്ചർ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും, MSc ഇൻ അക്യുപങ്ക്ചർ തമിഴ്നാട് ആർട്സ് ആൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചു. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന സ്റ്റേറ്റ് റിസോഴ്സ് കൗൺസിലിലെ ഡിപ്ലോമ ഇൻ യോഗ വിദ്യാർത്ഥിയാണ്. 2017 വല്ലഭട്ട കളരിയിൽ ഞാൻ സജനി ഗുരുക്കളുടെ ശിഷ്യയായത്. 2.5 കൊല്ലം കളരി പഠനത്തിന് ശേഷം ഗവൺമെൻറ് വിക്ടോറിയ സ്കൂളിലേക്ക് ചിറ്റൂർ ഭാഗത്ത് ട്രാൻസ്ഫർ ആയതിനു ശേഷം താൽക്കാലികമായിട്ട് കളരി പഠനം എനിക്ക് നിർത്തിവെക്കേണ്ടി വന്നു. കളൂരിക എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കളരി കേരള സംസ്കാരത്തിന് മാത്രം അഭിമാനിക്കാവുന്ന ഒരു വീരസാഹസിക ദൃശ്യകലയാണ്. ഏഷ്യൻ പയറ്റുമുറകളുടെ മാതൃസ്ഥാനമാണ് അതിനുള്ളത്. തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുന്ന പ്രസ്ഥാനം ധനുർവേദത്തിലെ ആയോധനാമുറകളും ഭാരതീയ ധ്യാന പദ്ധതികളും ആയുർവേദ ചികിത്സാ രീതിയിലും അതിൽ സമന്വയിപ്പിച്ചിട്ടുണ്ട്. കളരി അഭ്യാസത്തിലൂടെ എന്ത് നേടി എന്ന് ചോദിച്ചാൽ, എൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് കൂടി വരുന്ന അരിത്തീമിയ എന്നൊരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. അത് കളരി അഭ്യാസത്തിലൂടെ വളരെയധികം എനിക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഏകാഗ്രത കൂട്ടാനായിട്ടും സാധിച്ചിട്ടുണ്ട്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ഇന്ന് വിദ്യാർത്ഥികളിൽ ഏറ്റവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓർമ്മക്കുറവ്, വൈകാരിക സമ്മർദ്ദം, ഏകാഗ്രത കുറവിനൊക്കെ ഉള്ള ഒരൊറ്റ മൂലിയായി നമുക്ക് കളരി അഭ്യാസത്തെ പറ്റി പറയാൻ സാധിക്കും. ശ്വാസകോശത്തിൻ്റെയും വൃക്കകളുടെയും ഹൃദയത്തിൻ്റെയും ഒക്കെ ആരോഗ്യത്തിനും നിലനിൽപ്പിനും കളരി അഭ്യാസം വളരെയധികം സഹായിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താനും ഏകാഗ്രത ശാന്തതയും വർദ്ധിപ്പിച്ചുകൊണ്ട് മാനസികമായ സമചിത്തത നിലനിർത്താനും കളരിക്ക് വളരെയധികം സ്ഥാനമാണുള്ളത്. ഒരു സ്ത്രീ ശരീരം അതിൻ്റെ വിവിധ പ്രായങ്ങളിൽ കടന്നു പോകുന്ന ആർത്തവം, ഗർഭധാരണം, ആ സമയത്തുള്ള ശാരീരിക മാനസിക വ്യതിയാനങ്ങൾ, ആർത്തവ വിരാമം, അതിൻ്റെ സമയത്തുള്ള മാനസിക വ്യതിയാനങ്ങളിലെല്ലാം തന്നെ വളരെയധികം ഹോർമോണൽ വ്യതിയാനങ്ങളിൽ കുറയ്ക്കുവാനായിട്ട് കളരി പഠനം സഹായിക്കും എന്ന് തന്നെ ഒരു സ്ത്രീ ശരീരം എന്നുള്ള നിലയിൽ എനിക്ക് തെളിവായി പറയാൻ സാധിക്കും. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി അഭ്യസിക്കുന്ന ആയോധന മുറകളിൽ ഏറ്റവും വളരെയധികം പ്രസക്തിയുള്ളതും കളരിപ്പയറ്റിന് തന്നെയാണ്. ഒരു ശിഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുമ്പോഴാണ് പ്രപഞ്ചം ഒരു ഗുരുവിനെ തരിക എന്നാണ് പറയാറ്. പാണ്ഡിത്യത്തിലും ലാളിത്യത്തിലും സംസ്കാരത്തിലും ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന സജനി ഗുരുക്കളെ പോലെയുള്ള ഒരു ലോക റെക്കോർഡ് വിന്നറായ, അതിനപ്പുറം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിട്ടുള്ള ഒരു ഗുരുവിൻ്റെ കഴിവിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ച് ആരോഗ്യത്തിലും അതുപോലെ തന്നെ മാനസികമായ സമചിത്തയിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ, അങ്ങനെ അവനവനും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ പ്രകാശമായി തീരാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് കളരി പരമ്പര ദേവതമാരോടും മൺമറഞ്ഞതും ജീവിച്ചിരിക്കുന്നവരുമായ ഗുരു കാരണവന്മാരുടെ പവിത്രമായ പാതാരബന്ധങ്ങളിൽ പ്രണമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പരമകാരുണ്യവാന്റെ മുമ്പിൽ സമർപ്പിച്ച് ശരിയായ പ്രകാശം എല്ലാവരിലേക്കും എത്തുവാൻ അനുഗ്രഹമുണ്ടാവട്ടെ. എല്ലാവർക്കും സ്നേഹം. ചാഞ്ഞിരുന്നോളൂ. വലത്ത് ഇടത്ത് ചാഞ്ഞിരുന്ന്, വലത്ത് ചാഞ്ഞിരുന്ന്, ഇടത്ത് ചാഞ്ഞിരുന്ന്, കൈ ശരിക്ക് പിടിക്കൂ, കൂട്ടി പിടിച്ചോളൂ. ഓക്കെ. വലത്ത് ഇടത്ത്, വലത്ത് ഇടത്ത്, വലത്ത് ചാഞ്ഞിരുന്ന്, ഇടത്ത് ചാഞ്ഞിരുന്ന്, ശരിക്കിരിക്കൂ. കാല് മുട്ട് മടക്കി കൊടുക്കും. ഓക്കെ. ഇത് ബാലൻസ്
അതിൽ വാഴാക്കി കൊടുക്കും വന്നിട്ട്. അമർന്നിരിക്കട്ടെ, കൈകൾ അമർന്നിരിക്കട്ടെ. നിലത്ത് മുട്ടിക്കാൻ നോക്കൂ. കാല് മുട്ടുമ്പോൾ വയ്ക്കും ധ്രുവേ. രണ്ട് കൈയും പിടിച്ചമർത്തും. നേർക്കിരിക്കാം അമലേഷ്. കൈ അവിടെ വയ്ക്കും. കൈ മുട്ടുമ്പോൾ വെച്ചിട്ട് അമർത്താൻ. ആ പോട്ടെ.